ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പാരഡൈസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലെ ഒരു അനുഭവം പറയാനാണ്. നിങ്ങൾക്കും അതുപോലെയൊക്കെ സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഒരു പുതിയ പശുവിനെ മേടിച്ചായിരുന്നു. അതിന്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. നമ്മുടെ പുതിയ കൊമ്പൻ ഇതാ കിടക്കണുണ്ട്. ഇവളുടെ കാര്യമാണ്. അപ്പോൾ ഇവളെ കൊണ്ടുവന്ന് പിറ്റേന്ന് നമ്മളിവിടെ കൊടുക്കുന്ന ഫുഡ് ഐറ്റംസ് എല്ലാവർക്കും അറിയാം, നമ്മൾ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിങ്ങനെ കൊടുക്കുവാണ്. അപ്പോൾ കൊടുത്തപ്പോഴത്തേക്കും ഇവള് ഒട്ടും കഴിക്കണില്ല, ഫുഡ് ഒട്ടും കഴിക്കണില്ല. അപ്പൊ നമ്മള് അന്ന് രാവിലെ കഴിച്ചില്ല. അന്ന് രാവിലെ അപ്പോഴത്തേക്കും ബ്ലഡ് ചെക്ക് ചെയ്യാൻ വന്നു. തൈലേറിയുണ്ടോ ഇതൊക്കെ നോക്കാനായിട്ട് വെറ്റ് ലാബിൽ നിന്ന് ആള് വന്നു. ബ്ലഡ് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഉച്ചയ്ക്കും ആള് ഫുഡ് കഴിച്ചില്ല. അപ്പൊ നമ്മൾ ഉറപ്പിച്ചു ഇതിന് എന്തെങ്കിലും തൈലേറിയ പോലത്തെ അസുഖം കാണും. കാരണം അങ്ങനത്തെ അസുഖം വരുമ്പോഴാണ് നമുക്കിവിടെ കൊണ്ടുവരുന്ന പശുക്കൾ ഫുഡ് എടുക്കാതിരിക്കുന്നത്. അങ്ങനെ പുല്ല് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ കഴിക്കണമുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ തൈലേറിയെന്ന് ഫിക്സ് ചെയ്തിങ്ങനെ ഇരിക്കണുണ്ടായിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്കും കലക്കൊടുത്തില്ല, കലക്ക് കുടിച്ചില്ല. അങ്ങനെ 3 മണിയൊക്കെ ആയപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിയത്. അപ്പോൾ നമ്മളിങ്ങനെ തൈലേറി ആയിരിക്കില്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം കാണും, പനിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ റിസൾട്ട് കിട്ടിയപ്പോൾ തൈലേറിയ ഒരു അസുഖവും ഇല്ല. ആള് സ്മാർട്ടാണ്. എന്നാലും ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്നിട്ട് ഗ്ലൂക്കോസ് ഒക്കെ കൊടുത്തായിരുന്നു. എന്തെങ്കിലും പ്രസവിച്ചിട്ട് 3 അല്ലേ അന്നായുള്ളൂ കൊണ്ടുവന്നിട്ട്. അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചു. അതിലും ആള് റെഡി ആയില്ല. അപ്പോഴത്തേക്ക് നമ്മൾ ആ അമ്മാമ്മയെ തന്നെ വിളിച്ച് ചോദിച്ചായിരുന്നു, വാങ്ങിയ അമ്മാമ്മയെ. അപ്പോഴാണ് പറഞ്ഞത് ഈ ആക്ക് കൊടുക്കുന്നത് ജേഴ്സി കൊപ്ര പിണ്ണാക്കാണ്. അതുണ്ടെങ്കിൽ മാത്രമേ പുള്ളിക്കാരി വെള്ളം കുടിക്കുകയുള്ളൂ. അതുമാത്രമല്ല, ഈ ജേഴ്സി കൊടുത്ത് ശീലിച്ച പശുക്കളെല്ലാം അങ്ങനെ തന്നെയാണ്. അവർക്ക് അതുണ്ടെങ്കിലേ അത് കഴിക്കുള്ളൂ. അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ പശുക്കളെ കൊണ്ടുവരുമ്പോൾ അവരെ വീട്ടിൽ നിന്ന് വാങ്ങുമ്പോൾ എന്ത് ഫുഡാണ് ഇതാണെങ്കിൽ കുഞ്ഞുനാൾ തൊട്ടേ അമ്മാമ്മ എടുത്ത് ഇണങ്ങി വളർന്ന പശുവാണ്. അപ്പൊ അമ്മാമ്മ അതങ്ങ് കൊടുത്ത് ശീലിച്ചു. അതങ്ങ് അവര് ഒറ്റയ്ക്ക് വളർത്തിയ പശു അല്ല, ഈ പശുവിനെ മാത്രമായിട്ട് വളർത്തിയതാണ് അമ്മാമ്മ. അപ്പോഴ് അതങ്ങ് കൊടുത്ത് അതങ്ങ് ശീലിച്ചു. അപ്പൊ വേറെ ഒരു ഫുഡും ഈ പശുവിന് കഴിക്കില്ല. അപ്പൊ അതുപോലെ ഈ ജേഴ്സി പിണ്ണാക്ക് കഴിച്ച പശുക്കള് വേറെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും, അവ കഴിക്കില്ല. ഇപ്പൊ അതിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന തവിടും എള്ളുപിണ്ണാക്കും ഒക്കെ കുറച്ച് വീതം ഇട്ട് കൊടുത്തപ്പോഴത്തേക്കുമാണ് പുള്ളിക്കാരി ഫുഡ് എടുക്കാൻ തുടങ്ങിയത്. അപ്പോഴത്തേക്കും നമുക്ക് പിന്നെ ആശ്വാസമായി. എന്തായാലും ആള് വെള്ളമൊക്കെ കുടിച്ചു തുടങ്ങിയില്ല. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിണ്ണാക്ക് ഞാൻ കാണിച്ചു തരാമേ, ജേഴ്സി കൊപ്ര പിണ്ണാക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പിന്നെ കറവ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മെഷീൻ വെച്ചാണ് കറക്കുന്നത്. കൈക്ക് കറക്കാനായിട്ട് അവള് ഭയങ്കര ചവിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മള് കൈക്ക് കറന്ന് തുടങ്ങിയില്ല. ഇവിടെ മെഷീൻ വെച്ചാണ് കറക്കുന്നത്. കുറച്ച് ഇണങ്ങി വരുമ്പോ എന്തായാലും കൈക്ക് കറന്നു തുടങ്ങും. അപ്പോഴത്തേക്കും കറക്കുന്ന വീഡിയോ ഇടാം. അങ്ങനെ ഇതാണ് നമ്മുടെ ഫാമിലെ ഇന്നത്തെ ഒരു കാര്യം പറയാനുള്ളത്. അപ്പൊ എല്ലാരും പശുക്കളെ കൊണ്ടുവരുമ്പോ ഫുഡ് എടുക്കാതിരിക്കുമ്പോ അസുഖമാണെന്ന് വിചാരിക്കുക മാത്രം ചെയ്യരുത്. അസുഖങ്ങളും ആയിരിക്കാം, പക്ഷെ ഫുഡിന്റെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഈ പിണ്ണാക്ക് എങ്ങനത്തേന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഇവക്ക് കൊടുക്കുന്നത് ഇതിനോടൊപ്പം നമ്മുടെ ഫുഡ്, നമ്മളിവിടെ ബാക്കി പശുക്കൾ കൊടുക്കുന്ന ഫുഡും കൊടുക്കണുണ്ട്. എന്തായാലും പിണ്ണാക്കും കൂടെ എല്ലാവർക്കും കാണിച്ചു തരാം. ഓ, ഇതാണ് പിണ്ണാക്ക്, ജേഴ്സി ബ്രാൻഡിന്റെ കൊപ്ര ഡി ഓയിൽഡ് കൊപ്ര കേക്ക്. അപ്പൊ ഇതാണ് നമ്മളെപ്പോഴും നമ്മളെല്ലാ തീറ്റയും മേടിക്കുന്ന കടയിൽ ചെന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇതാണ്. ഇതിന് ഭയങ്കര സ്മെല്ലാണ്. നമ്മുടെ വെളിച്ചെണ്ണാട്ടി എടുക്കുന്ന പിണ്ണാക്കുണ്ടല്ലോ, കൊപ്ര പിണ്ണാക്ക്, അതിന്റെ ഭയങ്കര സ്മെല്ല്. അപ്പൊ ഈ സ്മെല്ലുണ്ടെങ്കിലേ നമ്മുടെ ഇപ്പോഴത്തെ പശു കുടിക്കോളൂ. അപ്പൊ അവക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ തീറ്റയാണിത്. അങ്ങനെ ഇതാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പുതിയതായിട്ട് കാണുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ഇടുന്ന വീഡിയോ എല്ലാം കാണണം. അങ്ങനെ വീണ്ടും പുതിയ വിശേഷങ്ങളും കന്നുകാലികളെ കുറിച്ചുള്ള ടിപ്പുകളും എല്ലാം ആയിട്ട് ഞാനും അമ്മയും വീണ്ടും വരും. അമ്മ പിണ്ണാക്കിന്റെ അടുത്ത് ഇതുവരെ തിരിച്ചെത്തിയില്ല. അതുകൊണ്ടാണ് ഞാനും എന്റെ പശുക്കൾ മാത്രമായിട്ട് ഇവിടെ ബൈ പറയാൻ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും